ഹലോ ഗൈസ്, ഒരു കാര്യം പറയാനുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊങ്കാലി ഇടാൻ പോകണം ഗൈസ്. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പൊങ്കാലി ഇട്ടിട്ടില്ല. നീയോ? ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ മാത്രമാണ് പൊങ്കാലി ഇടാതെ. ഇവർ രണ്ടുപേരും പൊങ്കാലി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ എൻ്റെ ആറ്റുകാൽ പൊങ്കാലയാണല്ലോ നാളെ. അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു, പൊങ്കാലി നാളെയാണല്ലോ. അപ്പോൾ പൊങ്കാലിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് നമ്മളിങ്ങനെ പോവാണ്. യെസ്, തുടർന്നുള്ള എല്ലാ സാധനങ്ങളും എനിക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ബൈ. നമ്മൾ പൊങ്കാലി ഇടാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ കുറച്ച് കുട്ടികളെ കണ്ടു. ഇങ്ങോട്ട് വയ്ക്കും പോയിട്ട് വരട്ടെ. കുട്ടികളുടെ കൂടെ കളിച്ചാൽ അവൻ്റെ വഴക്ക് പറഞ്ഞാണ് എന്നോട് പിണങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് വിഷയമാണോ അല്ലേ? നിങ്ങളാരെങ്കിലും പൊങ്കാല ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് എക്സ്പീരിയൻസ് ഒക്കെ കമൻറ്റ് ചെയ്യുക നാളെ. എന്ത് നിനക്ക് പുച്ഛമാണ് ലോകിനോട് ഗൈസ്? എനിക്കൊന്നും പറയാനില്ല ഗൈസ്. അപ്പോൾ നമുക്കിന്ന് പൊങ്കാലയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ശർക്കര, തേങ്ങ വേണം, വെള്ളം വേണം, മുന്തിരി വേണം. എന്തൊക്കെ വേണം ചോദിക്കാം. എന്തൊക്കെ വേണം? വേണം. ഇത്ര നേരം പറഞ്ഞത് ഒന്നും കൂടെ പറയാം. എന്തൊക്കെ വേണം? ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാനുണ്ട്. പിന്നെ വാഴയില വേണം, വിറക് വേണം. ഓക്കെ, ഇപ്പോൾ ഉണ്ടല്ലോ നമുക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ചോദിക്കാനുണ്ട് പൊങ്കാലിനെ പറ്റിയിട്ട്. അതുകൊണ്ട് നമ്മൾ എവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നേക്കുവാണ്. റേസ് എന്നാണ് ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര്. ഞാനിപ്പോൾ കലം വാങ്ങിക്കുന്നിടത്താണ്. കലം, തേങ്ങ, അരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നിടത്ത് കാണിച്ചു തരാവേ. ഞാനിപ്പോൾ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വ്ളോഗ് എടുത്തതിന് ആൾക്കാരെ വിചരമിച്ച് നോക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരിക്കുവാണ്. ഇപ്പോൾ അതുകൊണ്ട് മറ്റേ കൊതുമ്പും ചൂട്ടും എങ്ങാണ്ടാണ് ഇനി പറയുന്നത്. ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. പിന്നെ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു. എനിക്കിതിനെ പറ്റി അറിയില്ല ഗൈസ്, അല്ലെങ്കിൽ ഞാൻ സഹായിച്ചേനെ ഗൈസ്. ഇപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരിക്കുകയാണ്. നമുക്ക് പിന്നെ വിളക്കും കൂടെ വേണം. പക്ഷേ വിളക്കെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ സ്വർണ്ണത്തിൻ്റെ വിളക്കുന്നല്ലല്ലോ. പറഞ്ഞ വിളക്കിന് എന്താ പറയുക? സ്വർണ്ണ വിളക്കല്ലേ? ഒരു സാധനം പറഞ്ഞില്ല, എന്ത് ചെമ്പല്ലേ? തകിട് അതിൻ്റെ എന്തോ ഒരു മെറ്റീരിയൽ, എന്തോ ഒരു സാധനങ്ങളുള്ള ഒരു വിളക്കുണ്ട്. അപ്പോൾ ആ വിളക്ക് 100 രൂപയാണ് നമ്മൾ വാങ്ങിച്ചില്ല. നമുക്ക് മഞ്ചിരാത് കിട്ടുമെങ്കിൽ നമുക്ക് അതാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ നമ്മൾ അത് വാങ്ങിക്കാൻ തീരുമാനിച്ചു. പിന്നെ എങ്ങനെയാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്? ഇവർക്ക് രണ്ടു മണിക്ക് പൊങ്കാല ഡീറ്റെയിൽസ് ഒക്കെ അറിയാവുന്നത്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഷോ കളിച്ച് നടക്കുന്ന ഗൈസ്. എങ്ങനെ പോകുന്നുണ്ടോ? യെസ് ഗൈസ്, ഇനിയിപ്പോൾ എന്താ വാങ്ങിക്കാനുള്ള? ഇനിയിപ്പോൾ ഗണപതിക്ക് വെക്കാനുള്ളത് വാങ്ങണം. ഓക്കെ, ഇനി നമുക്ക് ഗണപതിക്ക് വെക്കാനുള്ള എന്താ? ഗണപതിക്ക് വെക്കാനുള്ള എന്താ? ഗണപതി പടുക്ക. ഓക്കെ, അത്ര സാധനങ്ങൾ വാങ്ങിക്കണം. ഓക്കെ, നമുക്ക് ഇഷ്ടിക വാങ്ങിക്കണം. അപ്പോൾ ഇഷ്ടിക വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മീനുമാണ് പൈസ എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഷേക്ക് വാങ്ങിച്ചാലോ ഗൈസ്? നിങ്ങളിത് കാണുക. പാവം, എനിക്കിത് ചുമക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ 3 കട്ടയുണ്ടല്ലോ അടുപ്പിന്. അതിലൊരു കട്ട എനിക്ക് പൊക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവരാണ് പിടിച്ചത്. എനിക്ക് ഇതിനെ പൊക്കാൻ പറ്റുന്നില്ല. അതിന് കഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബൈ ഗൈസ്. ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ട് രാഷ്ട്രീയ കട എന്നവരൊക്കെ എന്നെ കളിയാക്കി. ഞാനിത് പൊക്കിയപ്പോൾ അവിടെ അടിച്ചിട്ട് സത്യം പറഞ്ഞാൽ 3 കട്ട വെച്ചിട്ടുണ്ടല്ലോ എൻ്റെ ജീവിതം ഗൈസ്. അപ്പോൾ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തേക്കുവാണ്. നമ്മുടെ അടുപ്പൊക്കെ ഒരു പ്ലാവിൻ്റെ ചോടിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കട്ടയൊക്കെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ടോ ഗൈസ്? എൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇഷ്ടികയൊക്കെ എടുത്തപ്പോൾ നമ്മുടെ കയ്യെ നിറച്ച് ചെളി പറ്റി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴുകാനായിട്ട് കയറിപ്പോയി. എങ്ങോട്ടാ? ജെൻസിൻ്റെ ടോയ്ലറ്റിലോട്ട്. ഇത് ചുമ്മാ പറയുന്നതാണ് ഗൈസ്. ഞാൻ അങ്ങനെ ചെയ്യുന്ന വ്യക്തിയല്ല. നിങ്ങൾക്ക് വ്യൂവേഴ്സിനെ അറിയാം. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്താണ് നിൽക്കുന്നത്. ഒറ്റപ്പെട്ട സ്ഥലം മീൻസ് ഇവിടെ തൊട്ടടുത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഒരു ആറന്മുള ആറ്റുകൾ ഇല്ലെങ്കിൽ ഗൈസ് ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് മറ്റേ പറ്റില്ല. ഓ, ഇതിനടുത്ത് ആൾക്കാർ വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ വിചാരിച്ചു അമ്മച്ചിമാരൊക്കെ ആയിട്ട് സൊറ പറഞ്ഞിരിക്കാനും ഏതാ ഒരു ആറ്റുകാൽ വൈബ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യാൻ വിചാരിച്ചത്. പക്ഷേ നമുക്കറിയത്തില്ല. ആക്ച്വലി വൈബിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊങ്കാല. നമ്മൾ ഭക്തിമാർഗ്ഗം സ്വീകരിച്ചാണ്. ബട്ട് സ്റ്റിൽ യാ ബാക്കി കുറേ വിശേഷങ്ങൾ ഇനി അപ്കമിങ് ആണ്. എല്ലാം കാണാം. ഓക്കെ ഗൈസ്, ഇവിടെ അമ്മച്ചിമാരുടെ കൂടി ഇരിക്കണോ അല്ലെങ്കിൽ കൊച്ചുപിള്ളേരുടെ കൂടി ഇരിക്കണോ എന്നുള്ള ഡിസ്കഷനാണ്. മീനുവിനാരുടെ കൂടി ഇരിക്കണം. ഇനി നമുക്കുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ വാഴയില വെട്ടണം. കടയിൽ നിന്ന് വാഴയിലയോ? ഇതിൻ്റെ തനിക്ക് ഓളമാണ്. അപ്പോൾ നമുക്ക് വാഴ ഇവിടെ തന്നെ, ഈ വാഴയാണ് നമ്മൾ വാഴയില വെട്ടാൻ പോകുന്നത്. കുറച്ച് ദൃശ്യങ്ങൾ കാണിച്ചില്ല ഗൈസ്. നമ്മളിപ്പോൾ വാഴയില വെട്ടാൻ പോവുകയാണ്. ഇവിടെ ഞാനൊരു കേസ് വെട്ടാൻ പോകുന്നത്. എനിക്ക് വാഴയില വെട്ടാൻ അറിയത്തില്ല. ഇങ്ങനെയൊക്കെയല്ലേ വെട്ടി പഠിക്കുന്നത്? അത് ഫുള്ളോടെ വെട്ടരുത്.
വേദിക മുറിച്ചെടുക്കുക ചേച്ചി. ഇപ്പം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് മടുത്തു. അപ്പോൾ ഞാൻ വിഷ്ണു ചേച്ചിയായിട്ട് ചോദിച്ചു ഒരു ഷേക്ക് വാങ്ങിച്ചു തരാം, ഒരു ഷേക്ക് വാങ്ങിച്ചു തരാൻ ചോദിച്ചു. ചേച്ചി എന്താ വേണ്ട? ചേച്ചിക്ക് ഒന്നും വേണ്ടെന്ന് മീനും നിനക്ക് എന്താ വേണ്ടത്? എനിക്കൊരു ചോക്ലേറ്റ് ഷേക്ക് വേണം ഗൈസ്. ഞാൻ വല്ലാണ്ട് ക്ഷീണിച്ചു, കാരണം ഞാൻ ഒരുപാട് പണിയെടുത്തതുകൊണ്ടാണ് എനിക്ക് ഇത്ര ക്ഷീണം വന്നിരിക്കുന്നത്. ഗൈസ് നമ്മൾ 2 സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ബോബ കോഫി, ഐസ്ഡ് ബോബ കോഫിയും ഒരു ചോക്ലേറ്റ് ഷേക്ക്. ചോക്ലേറ്റ് ഷേക്ക് പിന്നെ ഓക്കെ, എനിക്ക് ബോബ കുടിക്കണം എന്ന് ആഗ്രഹമാണ്. ബോബ കുടിച്ചോളൂ. മീനും ട്രൈ ചെയ്യാൻ പോകണം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് പൊങ്കാലയ്ക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. കലം വാങ്ങിച്ചു, അരി വാങ്ങിച്ചു. ഈ സാധനങ്ങളെല്ലാം വെച്ച് നാളെ ഒരു അടിപ്പം പൊങ്കാല നമുക്ക് കിട്ടണം. അടിപ്പം പൊങ്കാല എന്ന് പറഞ്ഞാൽ ദോഷമൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പം യാ ഗുഡ് മോർണിംഗ് ഗൈസ്. ടുഡേ ഈസ് പൊങ്കാല. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ പൊങ്കാല. പിന്നെ ഞാൻ സാരി കൊടുത്തിട്ടുണ്ട്. എടി മീനു ഇതൊന്ന് കാണിച്ചു തരാമോ? മീനു ഒന്ന് കാണിച്ചു തന്നെ. മീനു ഇന്ന് പിടിച്ചോണേ, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് മീനെ കാണിക്കുന്നത് ഗൈസ്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇങ്ങനെ പിടിച്ചോണേ. നല്ല രസമില്ലേ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതാണ് മീനു. ഇനി നമുക്ക് പൊങ്കാല ഇടാം. സൂപ്പർ. പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ കലങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മുടെ കലവും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇപ്പോൾ പോവാണേ. അയ്യേ പോവാണേ. ആരോടെ പറയുന്നത്? സ്നേഹ ചേച്ചി അവിടെ. ഭയങ്കര വെയിലായതുകൊണ്ട് നമ്മൾ കുടയൊക്കെ ചൂടിയാണ് പോകുന്നത് ഗൈസ്. കണ്ടോ, ഭയങ്കര വെയിൽ. ഇതാണ് സ്നേഹ ചേച്ചി. പോകുന്ന വഴി കുറെ പൊങ്കാല ദൃശ്യങ്ങളൊക്കെ കാണാൻ പറ്റും. അത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ കണ്ടോ കണ്ടോ. നമ്മൾ ആരൊക്കെ പോകുന്നതെന്നറിയോ? ഞാനുണ്ട്, മീനും ഉണ്ട്, ബാക്കിൽ സ്നേഹ ചേച്ചിയും വൃന്ദയുണ്ട്, പിന്നെ ഫ്രണ്ടിൽ കൂടെ വിഷ്ണു ചേച്ചി പോകുന്നുണ്ട്. ഇത്രയും പേരാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരാളും കൂടെ വരാനുണ്ട്. ആളിതുവരെ എണീറ്റിട്ടില്ലാത്തത് കൊണ്ട് ഒരുങ്ങിയിട്ട് ഇത്തിരി കഴിയുമ്പോൾ വരുന്നതായിരിക്കും ഗൈസ്. ഞാൻ നിങ്ങൾക്ക് പൊങ്കാലയുടെ തിരക്ക് കാണിച്ചു തരാം. ഇപ്പം തിരക്കൊന്നും ആയില്ല ആക്ച്വലി, ബട്ട് എന്നാലും കുറച്ച് വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ ഗൈസ്, ഞാൻ ഇവിടെ വെച്ച് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപർണ എന്നാണ് ഇവരുടെ പേര്. ഓക്കെ ഓക്കെ. അപ്പം നമ്മളാണെങ്കിൽ ഇതാണ് വൃന്ദ. അപ്പം നമ്മൾ ഇവിടെ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിവിടെ പൊങ്കാലയ്ക്കുള്ള ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇപ്പം എങ്ങോട്ടൊന്നും ഇറങ്ങി കാണിക്കാൻ പോലും പറ്റില്ല, അങ്ങോട്ട് ഇറങ്ങാനേ പറ്റത്തില്ല, അതുപോലെ തിരക്കാണ്. ഇപ്പം നമ്മൾ ഗണപതിക്ക് പ്രസാദം വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാവേ. ഇതാണ് നമ്മൾ ഗണപതിക്ക് വെച്ചിരിക്കുന്ന പ്രസാദം. പുതുപ്പള്ളി ഇപ്പോൾ അഗ്നി ജ്വലിച്ചിട്ടുണ്ടാകണം. വിഷ്ണു അവിടെയൊക്കെ തെളിച്ചു കഞ്ഞി. കഞ്ഞിയല്ല, സോറി, ചോറ്. ഇട്ടോ ഇട്ടോ ഓരോന്നിടായിരുന്നു. ഗൈസ്, അതുപോലെ തന്നെ എൻ്റെ കണ്ണാണ് നീറിട്ട് പോയി. ഇവിടെ നിറച്ച് പുകയാണ്. നമുക്ക് തീ കത്തിക്കാൻ അറിയാത്തതുകൊണ്ട് ഇവിടെ ഒരു അമ്മമ്മ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുവാണ്. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നു.
പൊങ്കാല പായസം തിളച്ച് പൊങ്ങിയിരിക്കുകയാണ്. ഇളക്കണ്ടേ? എല്ലാവരും ഇളക്കണം. ഇവിടെ പൊങ്കാല ഇടുന്നവർക്ക് വേണ്ടിയിട്ട് തണ്ണിമത്തനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ മോരും വെള്ളം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് തണ്ണിമത്തൻ കിട്ടുന്നു. ഇതാണ് തണ്ണിമത്തൻ. കണ്ടിട്ടില്ല എല്ലാവരും. ഇതാണ് നമ്മുടെ ചിൽഗൈ വൃന്ദ. പൊങ്കാലക്കിടയ്ക്ക് ഒരു ബന്ധമില്ലാതെ അന്നദാനത്തിൻ്റെ പേരിൽ വഴക്കൂടുന്ന മീനു. അങ്ങനെ ഒരുപാട് കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. അവിടെ നെയ്യാണോ നിങ്ങളെ ഒഴിക്കുന്നത്? അന്നദാനം വാങ്ങിച്ചുകൊണ്ട് വന്ന ഭക്തജനങ്ങളെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അവിടെ ഇലയില അങ്ങനല്ല, രണ്ടായിട്ട് വെച്ച് കെട്ടത്തില്ലേ? അങ്ങനെ കെട്ട്. ഗൈസ്, പുക കാരണം എൻ്റെ കണ്ണ് നീറിയിട്ട് വയ്യ. പക്ഷേ നമുക്കതൊരു പ്രശ്നമല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ അന്നദാനത്തിന് വേണ്ടിയിട്ട് ഇടികൂടുന്ന ആൾക്കാരുടെ ജനത്തിരക്ക്, ഭക്തജനങ്ങളുടെ തിരക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു വളരെ വലിയ നീണ്ട ക്യൂ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ തൊട്ടടുത്ത് അമ്മ ഒരു പലഹാരം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്ത് ഉണ്ടാക്കുന്നത്? സാധനത്തിന് പേരാണ് മണ്ടപ്പുറ്റ്. ഞാനൊരു ജീവിതത്തിൽ ആദ്യമായിട്ടത് കേൾക്കുന്നത്. ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരമാണെന്നാണ് പറയപ്പെടുന്നത്. നോക്കിക്കേ, ആ കാണുന്ന സാധനമാണ് മണ്ടപ്പുറ്റ്. ഇതാണ് മീനു. ഇവർക്ക് ഞാനാണ് ഈ മുടി ഇങ്ങനെ വെട്ടിക്കൊടുത്തത്. സലീം കുമാറിനെ പുള്ളി താളം പഞ്ചവാദി അങ്ങനെ ലിറിക്സ് മാറിപ്പോയി. നമ്മുടെ പൊങ്കാലൊക്കെ ഇട്ട് കഴിഞ്ഞിരിക്കുവാണ്. എല്ലാവരും ഇവിടെ ക്ഷീണിതരായിരിക്കുവാണ്. നോക്കിയേ, നമ്മളെല്ലാവരും, ഞാൻ വിഷ്ണു ചേച്ചിയുടെ മടിയിലാണ്. എല്ലാവരും ഓരോരുത്തരുടെ മടി. എന്നെയോ? താങ്ക്സ്. ആയിക്കോ മീനിനെ കാണാൻ നല്ല രസമല്ലേ? അന്നദാനത്തിന് ഭയങ്കര ക്യൂ ആണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 10 ലൈൻ അങ്ങ് നീണ്ടു കിടക്കുവാണ്. അതുകൊണ്ട് നമ്മുടെ മീനും ഇവിടെ നമുക്കൊരു ഇച്ചിരി അന്നദാനം ഒരു കുഞ്ഞു പാത്രത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ തിന്നാൻ പോവാണ്. ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കുവാണ് ഗൈസ്. സങ്കടം ജീവിതം മെല്ലെ പറഞ്ഞ് താരികനെ കൊല ചെയ്തു വേഗനെ പിരിച്ചുവ പൊന്മകളെ നമ്മൾ പൊങ്കാലയ്ക്ക് വന്നപ്പോൾ ഇവിടെ റാൻഡം ആയിട്ട് ഒരു അമ്മമ്മേനെ പരിചയപ്പെട്ടു. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു അമ്മമ്മയാണ്. അമ്മമ്മയുടെ പേരെന്താ? ഓക്കെ, ശ്രീദേവി എന്നാണ് അമ്മമ്മയുടെ പേര്. അമ്മമ്മ ഭയങ്കര സ്വീറ്റ് ആണ് അല്ലേ അമ്മമ്മ? ഇവരെന്നെ കളിയാക്കുവാണ് ഗൈസ്. നമ്മളത് മൈൻഡ് ചെയ്യണ്ടേ? ആയുർവേദ പ്രൊഡക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് കോർഡിനേറ്ററായി അങ്ങനെ ഓരോരുത്തരെ നയിച്ചുകൊണ്ട് പോകുന്ന പരിപാടി ജോലിയൊക്കെ ഉണ്ട്. കളിയാക്കുവാണ് നിങ്ങളെന്നെ? ഓക്കെ, നോക്കണോ? എനിക്കിതുപോലെ ഒരു ഗിർമോളുണ്ട്. സിംഗപ്പൂരിലാണ് ഇപ്പം. അനസ്തേഷ്യ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അമ്മമ്മ ഇവിടെ ഒരാളുണ്ട് പഠിക്കുന്നത്. എനിക്ക് പഠിക്കുന്നത് ഞങ്ങൾ ജോലിക്ക് പഠിക്കുന്ന വലിയ പിള്ളേരാണ്. യെസ് ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗിന്റെ ഹൈലൈറ്റ്സ് ആണ്. അമ്മമ്മ ഒരു തംസപ്പ് ഇടും ഇങ്ങനെ. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ അന്നദാനമൊക്കെ കഴിച്ചു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേദിച്ച് വെച്ച എന്തായാലും പായസം ഇവിടെ ഇരിപ്പുണ്ട്. അതൊന്ന് എന്തോ പൂജ ചെയ്യണം. അപ്പോൾ മാത്രമേ നമുക്ക് ഇതെടുത്ത് കഴിക്കാനായിട്ട് പറ്റുള്ളൂ. ഹലോ ഗായ്സ്, ഞങ്ങൾ അന്നദാനമൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇനിയും നിവേദ്യം അല്ലേ, അതോട് ചെയ്യാനുണ്ട്. എന്നിട്ട് പോകാൻ പറ്റും. ഓക്കെ, ബൈ ഗായ്സ്. ബൈ പറ. ബൈ ഗൈസ്.
നമ്മുടെ നിവേദ്യം നമുക്ക് കിട്ടിയിരിക്കുവാണ് ഗൈസ്. ഇത് കണ്ടോ? ആ നോക്കല്ലേ, കൊള്ളാം, അടിപൊളി. ഞാനും ചോറ് കഴിക്കുന്നതിന് പകരം നിവേദ്യം കഴിച്ചാൽ മതി. വാ ഗൈസ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞു. നമ്മളിത് നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഞാനാണ് വല്ലാതെ മടുത്തു. ഭയങ്കര വെയിലാണ്. ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ 2:30 എന്തോ ആയുള്ളൂ. കണ്ടോ, ഭയങ്കര വെയിലാണ്. നമുക്ക് സഹിക്കാൻ പോലും പറ്റത്തില്ലാത്തത്ര വെയിലാണ്. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണല്ലോ പൊങ്കാല ഇടുന്നത്. അതുകൊണ്ട് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനിപ്പോൾ റോട്ടിൽ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ കയ്യിലാണ് നേദ്യമൊക്കെ ഇരിക്കുന്നത്. അപ്പം ശരി, ഇത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. സൈനിങ് ഓഫ്. ടാറ്റ പറ.